ലൈവ് ചെയ്താൽ എല്ലാവരും വന്നിട്ട് ഷമീറിൻ്റെ ഇഷ്യൂ ആണ് ചോദിക്കും. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയട്ടെ ഗൈസ്, ഷമീറിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളായിട്ട് ഒരു സീനോ കാര്യങ്ങളോ ഒന്നുമില്ല. എൻ്റെ ഉമ്മ സത്യം ഉമ്മ സത്യം ഞാൻ പറയാം, ഒരു സീനും ഇല്ല. അതായത് ഒന്നാമത് ചെറിയ സൗന്ദര്യപ്പണക്കുണ്ട്. അതായത് പിന്നെ നീ അതിപ്പം 2 ദിവസം മുമ്പ് പറഞ്ഞിട്ടുണ്ടാവില്ല, നീ നമ്മളിപ്പം വീട്ടിൽ സ്വാഭാവികമായിട്ട് ഒരു ഏട്ടനും അനിയനായിട്ട് ഇല്ലെങ്കിൽ 2 ബ്രദർമാരായിട്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു വാക്ക് തർക്കത്തിൻ്റെ പേരിൽ സൗന്ദര്യപ്പണക്കുണ്ടാവും, അത്ര മാത്രമേ. അല്ലാണ്ട് വേറെ എന്താടാ, വേറെ ഒന്നുമില്ല. ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ, എന്താ പറയുക, നിങ്ങളിങ്ങനെ ഇത് കമൻറ്റും പിന്നെ നമ്മളിപ്പോൾ ഒരു ഷമീർ ആയാലും നമ്മളായാലും റീൽ ഇട്ട് കഴിഞ്ഞാൽ റീലിൻ്റെ അടിയിൽ വന്നിട്ട് എന്താണ് തൊപ്പി എക്സ് ഷമീർ ഇഷ്യൂ എന്താണ് MRC എങ്ങനെ കിക്ക് ചെയ്ത് ഇങ്ങനെ ഓരോന്നും പറയരുത് വന്നിട്ട്. കാരണം സത്യം പറഞ്ഞാൽ സീന് നിങ്ങളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, നമ്മളായിട്ട് ഒരു സീനോ കാര്യങ്ങളോ. എൻ്റെ ഉമ്മ സത്യം ഇന്നും കൂടി ഞാൻ കോൾ ചെയ്തിട്ടേ ഉള്ളൂ. ഓക്കെ, ഒരു സീനും ഇല്ല, ഒരു കുഴപ്പമില്ല, ഒന്നുമില്ല. കോൾ അസ്പാക്ക് പറയുന്നുണ്ട്, അസ്പാക്ക് മുകളിൽ സൊള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഒന്നുമില്ല, ഇന്ന് ഗ്യാങ് ഞാൻ ഓൾറെഡി മമ്മൂനെ കൊണ്ട് അസ്പാക്കിനെ കൊണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പറയും ആരെ പിന്നെ ആവുകയാണ്ട ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ പറയും അവരെ വിളിക്ക്. ഒന്നുമില്ല, ഞാൻ പറയില്ല, ഇന്ന് ജസ്റ്റ് ഞാൻ ഇന്ന് വ്യൂസ് ഒന്നും നോക്കുന്നില്ല, എത്ര ആൾ കയറുന്നുണ്ടെന്നോ ഇല്ലെങ്കിൽ എത്ര ആൾ ലൈവ് കാണുന്നുണ്ടെന്നോ അതൊന്നും നോക്കുന്നില്ല. ഞാൻ എൻ്റെ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും പിന്നെ ഈ കൺസിസ്റ്റൻസി അങ്ങ് ചെയ്തു പോകാനും വേണ്ടിയിട്ടാണ് ഇന്നത്തെ ലൈവ് ചെയ്യുന്നത്. പരിപാടികളൊക്കെ ഉണ്ട്, നോക്കിയിട്ട് പറ എന്തൊക്കെയാണ് ഇന്നത്തെ ലൈവിൽ. കുറേ ദിവസമായി ഓൾറെഡി ലൈവിൽ ഞാൻ വന്നിട്ട്, അപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് എനിക്ക് കറൻലി അറിയില്ല. പറടാ കാര്യം പറടാ. എല്ലാവരും ഷമീർ ഞാൻ പറഞ്ഞില്ലേ, ഷമീറിൻ്റെ കാര്യം പറഞ്ഞില്ലേ. കോൾ ഷമീർ. എടാ ഓൻ ആദ്യം ഫോൺ എടുക്കുകയാണ്, അവനക്ക് ഫോൺ എടുക്കുന്നതുകൊണ്ട് ഒരു മടിയില്ലേനു. നിങ്ങൾ പറഞ്ഞു ഓനക്ക് മൊത്തത്തിൽ എന്തോ ആയി. അതായത് നിങ്ങൾ ഓനെന്തോ പിന്നെ താഴെ ഒരു ഇതുപോലെ, അതായത് ഓനെ മിസ്സും ചെയ്യുന്നുണ്ട് ചില ആൾക്കാർ. ഈ മിസ് ചെയ്യുന്ന ആൾക്കാരെന്തോ ഓനെ പിന്നെ ഹെയ്റ്റ് കൊടുക്കുന്ന രീതിയിലും കുറേ ആൾക്കാർ പറഞ്ഞിട്ട് ഓനക്കെന്തോ മടിയായി ഇപ്പോൾ ലൈവിൽ കോൾ എടുക്കേണ്ടിയിട്ട്. എൻ്റെ ഉമ്മ സത്യം പറയാം, ഞാനിപ്പോൾ കുറച്ചും കൂടി ഞാൻ സംസാരിച്ചുള്ളൂ, ഒരു സീനുമില്ല, സാധാ രീതിയിൽ തന്നെ. പിന്നെ നോമ്പും റമദാനൊക്കെ ആയതുകൊണ്ട് ഓൻ പറഞ്ഞ് ഓൻ പണ്ട് മുതലേ ദുബായിലാണ്, നിങ്ങൾക്ക് അറിയാലോ. അവൻ ദുബായിൽ അവിടെ നിന്നാണ് ഇങ്ങോട്ടേക്കൊക്കെ ലൈവിൽ വരുന്നത്. ഇവിടെ വന്നിട്ടും കൺസിസ്റ്റൻ്റ് ലൈവ് ചെയ്ത് അതിൻ്റെ ഇടയിൽ നിന്ന് വീട്ടിലേക്കൊന്നും സ്ഥിരമായിട്ട് നമുക്ക് നിൽക്കാൻ പോകുന്ന പറ്റില്ല. നമ്മൾ തന്നെ പോയി കഴിഞ്ഞാൽ 1-2 ദിവസം വീട്ടിൽ വരും. അപ്പോൾ ഓൻ പറഞ്ഞ റമദാൻ്റെ സമയത്ത് നാട്ടിൽ തന്നെ നിൽക്കാനുള്ള രീതിയിലോ നിന്നത്. ഇവിടെ ഇപ്പോൾ കറൻ്റ് ഇവിടെ ആരുമില്ല. ഇതെന്താടാ എന്താ MRC തൊപ്പി ഏതൊരു ഫാൻ പേജ് ആണ് ജാസി എന്ന് പറഞ്ഞിട്ട് ആംഗ്രീൻ്റെ കുറേ ഇമോജി ഇട്ടിട്ടുണ്ട്. എൻ്റെ മുത്തേ, നീ ആംഗ്രീൻ്റെ ഇമോജി വന്നിട്ടൊരു കാര്യമല്ല. തെക്കു ഐസ്ലാൻഡ് കളിക്കുമെന്ന് പറയുന്നുണ്ട്. നോക്കിയിട്ട് കളിക്കടാ. ഞാൻ അത് ഡൗൺലോഡ് ചെയ്ത് വെച്ച് കുറേ ദിവസമായി, അന്ന് കളിക്കണം എന്ന് വിചാരിച്ചു. അതിൻ്റെ ശേഷമാണ് എനിക്ക് സ്ട്രൈക്ക് കിട്ടിയത്. റാംബോ ലൈവ് എന്നാണ്? റാംബോന് ലൈവ് അറിയില്ല, ഇപ്പം മൊത്തത്തിലില്ല, ഒരു ബ്രേക്ക് എടുത്തിട്ടുള്ള അവരെല്ലാവരും. അപ്പോൾ പിന്നെ എനിക്ക് സ്ട്രൈക്ക് ഉള്ളതുകൊണ്ടാണ്. പിന്നെ ഇപ്പോൾ ഗ്യാങ് ഹൗസിൽ കറൻലി ആരുമില്ല, അഷ്പാക്കും മമ്മു കടന്നുറങ്ങാണ്. നമ്മളിവിടെ എല്ലായിരുന്നു, നമ്മളറിയാലോ 2-3 ദിവസം IR-ലായിട്ട് മമ്മൂൻ്റെ IR-ലായിട്ട് നമ്മൾ മലപ്പുറം പോയി, കോഴിക്കോട് പോയി. മലപ്പുറത്ത് നമ്മൾ കർമ്മ റോഡ് നൈസായിരുന്നു, കിടിൽ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം വെച്ചാൽ സ്ട്രീറ്റ് ഫുള്ള് ഫാമിലി കുട്ടികൾ എല്ലാവരും. കർമ്മ റോഡത്തെ പൊന്നാനിത്തെ മലപ്പുറത്തൊക്കെ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. കാരണം അവിടെ റേഞ്ചിൻ്റെ ഒരു സീൻ ഉണ്ടായിട്ടുള്ളൂ നമ്മൾ വന്ന അപ്പം മുതൽ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓൾറെഡി റേഞ്ച് അത്യാവശ്യം വന്ന്. ഫസ്റ്റ് അതിൽ കുറേ കാര്യം മിസ്സായടാ. നമ്മൾ അന്ന് കർമ്മ റോഡ് പോയിട്ട് 2 പ്രാവശ്യം ലൈവ് ഇട്ടീനെ. ഫസ്റ്റത്തെ ലൈവിൽ അവിടെ ഒരു കരിമ്പിന് ജ്യൂസ്, സിനാൻ കരിമ്പ് ജ്യൂസ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്. അവിടെ നിന്നൊക്കെ ഫുള്ള് ചെക്കന്മാരൊക്കെ ആയിട്ട് പാട്ടൊക്കെ പാടി അടിപൊളിയേനെ. പക്ഷേ അത് റേഞ്ച് ബഫർ അടിച്ചുകൊണ്ട് അത് കിട്ടിയില്ല. എന്നിട്ട് 2ാമത് ലൈവ് ഇട്ടതിലാണ് പിന്നെ കിട്ടിയത്. ജാസി ഒരു ആയി തരുമോ? മിഥുൽ എന്താ MHD സിനാന. എടാ കാര്യങ്ങളൊക്കെ പറ, എന്താണ് ചെയ്യേണ്ടതെന്ന്. ഇന്ന് ഞാൻ വിചാരിക്കുന്ന കുറച്ച് ഡിസ്കോഡ് റിയാക്ഷനും ഞാൻ പറഞ്ഞില്ല, എന്തെങ്കിലും ഒരു ഗെയിമോ അങ്ങനെ എന്തെങ്കിലും കളിച്ചിട്ട് ഞാൻ പോകും. വേറൊന്നും പ്രത്യേകിച്ചില്ല. കോൾ ഷമീർ പറയരുത് മുത്തേ, പറയുന്നത് ഒന്നും ഉള്ളതുകൊണ്ടല്ലോ ഓനക്ക് ലൈവിൽ കോൾ എടുക്കാൻ മടിയാണ്. ഇല്ലെങ്കിൽ നിങ്ങളെന്താ വിചാരിക്കുന്നത്, ഒരു കോൾ വിളിച്ചാൽ ഓനക്ക് എടുക്കാൻ എന്താ ബുദ്ധിമുട്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം അത് നിങ്ങളായിട്ട് തന്നെ ആക്കി വെച്ചതാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് ഓനക്കൊരു മാതിരി ഇപ്പം നമ്മൾ സാധാ രീതിയിലാണ്, നിങ്ങൾ ഓനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അങ്ങനെയൊക്കെയാണ് സീനിൽ. ഇത് കുറേ ആൾക്കാർ വേറെന്തല്ലോ പറഞ്ഞിട്ട് അതും ഉണ്ടാക്കുന്നു. അപ്പോൾ ഒറ്റ കാര്യം മനസ്സിലായിക്കോ, ഷമീറായിട്ട് ഒരു സീനില്ല മീൻസ് അതായത് നമ്മളിപ്പം വീട്ടിൽ ഏട്ടന് അതിന് എന്തെങ്കിലും ചൂടാകുമ്പോൾ ഉണ്ടാകുന്ന ഇതേ ഉള്ളൂ. അതിപ്പോൾ 2-3 ദിവസം കഴിഞ്ഞാൽ ഒരു വേറെ കാര്യം പറ. എൻ്റെ DC റിയാക്ട് ചെയ്യുന്ന പറയുന്നുണ്ട്. ഫ്ലേ ഐസ്ലാൻഡ് ഇപ്പം ഗെയിം കളിക്കാൻ പറഞ്ഞതിപ്പോൾ നമ്മൾ കുടുങ്ങി. ആദ്യം തന്നെ അതിൽ പോയി കളിക്കാനാണ് പറയുന്നത്. ജാസി നീ കള്ളം പറയണ്ട, നീ കണ്ണൂരിലും പോയിട്ടുണ്ട് ട്ടാ. എടാ ഇതാരോ വരുന്നത്? ശരി, ഞാൻ കണ്ണൂർ പോയിന്ന് നീ പറയുന്നത്? ഞാൻ കണ്ണൂർ പോയിട്ടൊന്നുമില്ല. നമ്മൾ മലപ്പുറം പോയി, പിന്നെ ഇവിടെയും പോയി, കോഴിക്കോട് പോയിട്ട് അന്ന് രാത്രി നമ്മൾ വീണ്ടും മലപ്പുറത്തേക്ക് വന്ന് അവിടെ സ്റ്റേ അടിച്ച് ഇന്ന് രാവിലെയാണ് ഇവിടെ എത്തിയത്. ഇന്ന് രാവിലെ എത്തി. പിന്നെ അതിൻ്റെ ഇടയിൽ ഫുഡ് പോയിസൺ അടിച്ച് നമ്മൾ ഒരു കാലത്ത് ഷവർമയെല്ലാം കഴിച്ചിട്ട് പിന്നെ ഉപ്പിലിട്ടെല്ലാം തിന്നിട്ട് എന്നിട്ട് മുകളിൽ കിടക്കുന്നുണ്ട് മമ്മു. ഇല്ലെങ്കിൽ ഇന്നത്തെ ലൈവിൽ പോകാൻ വരേണ്ടതാണ്. ആരാടാ ഞാൻ കണ്ണൂർ പോയി എന്നൊക്കെ പറയുന്നത്? നീ കണ്ട ഞാൻ കണ്ണൂരെല്ലാം പോന്നേ?
പറയ് ഫുട്ബോളിന്റെ ചിഹ്നം ഇടുന്നുണ്ട്. ഫുട്ബോളിന്റെ ചിഹ്നം ഇടാൻ എന്താ? ഫുട്ബോളിന്റെ ആളാരാ അവിടെ വന്നേ? കുരിയാച്ചൻ എന്താണ് കുരിയാച്ച ഇവിടെ നിന്ന് കാണുന്നില്ലല്ലോ? ആൾക്കാര് ഫുട്ബോളിന്റെ ഒക്കെ ഇട്ട് ചോദിക്കുന്നുണ്ട്. ഫാൻസാണ്. എന്താണ് പറയാനുള്ളത്? ഫുട്ബോൾ കളിക്കണം. ഫുട്ബോൾ ഇന്ന് എന്താ പരിപാടി? ഇപ്പൊ എന്താണ് ചെയ്യുന്നത്? നമ്മൾ IR-ലൊക്കെ ആയിട്ട് പോയി ഓരോ സ്ഥലത്ത്. കൊച്ചിയിലുണ്ടായില്ലേ നമ്മളപ്പോ? കൊച്ചിയിലുണ്ടായിരുന്നു നിങ്ങളപ്പോ. അപ്പോ അതിന്റെ ശേഷം എന്താണ് ഇവിടെ നാട്ടിൽ തന്നെ നിക്കല? നാട്ടിൽ തന്നെ എന്താ പണിക്ക് പോയി എന്നെല്ലാം പറയുന്നത്? പുറത്താക്കിയില്ലേ? എന്ത് അപ്പോളോ? പുറത്താക്കി അപ്പോളോന്നോ? അപ്പോളോല് എന്ത്? അപ്പോളോലെ കമ്പനി അപ്പോളോ വെച്ചാ ടയർ കളമശ്ശേരി. അവിടുന്ന് സ്ഥലം പറയണ്ട. അവിടുന്ന് സാറ് നീ അവിടെ ഇപ്പൊ ജോലിക്ക് പോയോ? ജോലിക്ക് പോയി. അപ്പൊ അവിടെ ഡയറക്റ്റ് കയറാൻ പറ്റും? ട്രെയിനിങ് അങ്ങനെ ഒന്നും വേണ്ട? ട്രെയിനിങ് ക്ലാസ് ഉണ്ടായി. എത്ര ദിവസം? 15 ദിവസം. 15 ദിവസം നീ പോയി ട്രെയിനിങ്ങിന് പോയി? 15 ദിവസം ട്രെയിനിങ്. 15 ദിവസം അല്ല, 15 ദിവസം ക്ലാസ് ഉണ്ടായി. അതിൽ 3 ദിവസം 4 ദിവസം ക്ലാസ് ഉണ്ടായി. അതിനുശേഷം സാറിന് ഡിസ്റെസ്പെക്ട് പുറത്താക്കി. എന്താ സാറിന് എന്താ